ഗോവിന്ദചാമി ഒരു പെർവേർട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൈംഗികമായിട്ടുള്ള ചില വൈകൃതങ്ങളുള്ള മനുഷ്യൻ. ഇയാൾ ഈ പറയുന്ന അതിക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട് ഇയാളുടെ ഈ പറയുന്ന ലൈംഗിക വൈകൃതത്തിന് എന്നുള്ളത് കൂടി ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നുണ്ടല്ലോ. എന്താണ് കാരണം? അതായത് ഇയാളെ പിടികൂടിയിട്ടുള്ള, ഇതിനു മുൻപ് പിടികൂടിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. അമിത ലൈംഗികാസക്തിയുള്ള ആളാണ്. അതിനു വേണ്ടി അയാൾ എന്തും ചെയ്യും. അതിപ്പോൾ സ്ത്രീയോടൊന്നുമില്ല, പുരുഷനോടൊന്നുമില്ല. അയാൾക്ക് ഏതായാലും ഏത് ഗണത്തിൽപ്പെട്ടവരാണെങ്കിലും അതിൽ വിഷയമില്ല. ആളെ സംബന്ധിച്ച് ആ ഒരു ആസക്തി തീർക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് മുന്നിൽ കാണുന്ന ഒരു കാര്യം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ പറയുന്ന മൃഗങ്ങളെ പോലും ഇത്തരത്തിലുള്ള ഇതിനു വേണ്ടി ഉപയോഗിച്ചേക്കാം. കാരണം അത്രയ്ക്ക് വൈകൃതമുള്ള, കാരണം ഇയാളുടെ ഈ ഒറ്റ കയ്യനാണ്. ഈ ഒറ്റ കൈ ഉപയോഗിച്ചാണ് സൗമ്യ ആദ്യം ഈ പറയുന്ന ആക്രമിച്ചത്. ലൈംഗികമായി ആക്രമിക്കാൻ ഈ ഒറ്റ കൈ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത്. അതായത് കൈപ്പത്തി ഇല്ലാത്ത ആ കൈ ഉപയോഗിച്ചാണ് അവരുടെ ലൈംഗിക അവയവത്തിലേക്ക് ഇടിച്ചു കയറ്റിയിട്ടാണ് ഇയാൾ ഭോഗിച്ചതെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള വൈകൃതം എന്ന് പറഞ്ഞാൽ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സിന്, അതിലൂടെ ആയാലും ലൈംഗിക തൃപ്തി നേടുക എന്ന് പറയുന്ന പൈശാചികമായിട്ടുള്ള ഒരു രീതിയാണ്. അത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇയാളെ ആ സമയത്ത് പിടികൂടുമ്പോൾ 4 പേര് പിടിച്ചിട്ട് പോലും, 4 പോലീസുകാർ പിടിച്ചിട്ട് പോലും ഇയാളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് ഗോവിന്ദചാമി ഇരുന്ന ഒരവസ്ഥ നമുക്കറിയാം. ആ ഒരു ശാരീരികാവസ്ഥയിൽ പോലും ഇയാളെ പിടിച്ച് ഒതുക്കി വെക്കാനായിട്ട് 4 പോലീസുകാർ കൂടിയിട്ട് പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു പരാക്രമം, അയാളുടെ ശരീരത്തിനുള്ള കായികക്ഷമത എന്ന് പറയുന്നത് അത്രത്തോളം. നമ്മൾ കൈയില്ല എന്ന് പറയുന്നത് കൈയല്ല, കൈപ്പത്തിയാണ് ഇല്ലാത്തത്. ആ കൈപ്പത്തി ഇല്ല എന്നുള്ളത് മാറ്റി നിർത്തിയ അയാൾ പക്ഷെ അത്രത്തോളം ആരോഗ്യമുള്ള ഒരാൾ തന്നെയായിരിക്കണം. ഇതെല്ലാം ചെയ്തിട്ട്, അതായത് തമ്മിലടി, ഇടി, കുത്ത്, വെട്ട്, ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ. 14ഓളം കേസുകൾ ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇല്ലാതായാലും പല കഥകളുണ്ട്. അതായത് ഒരു കഥ ഞാൻ കേട്ടത് ബോംബ് പൊട്ടിയപ്പോഴും കണ്ട് നഷ്ടപ്പെട്ടു എന്നാണ്. പക്ഷെ അതിന് യാതൊരു സ്ഥിരീകരണവും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ മറ്റ് 2 കഥകളിൽ ചിലത് വിശ്വസനീയമാണ്. ഒന്ന് ട്രെയിനിൽ നിന്ന് വീണപ്പോൾ കൈപ്പത്തി നഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇയാളുടെ ഗുണ്ടാ നേതാവിൻ്റെ ഭാര്യയെ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ, കയറി പിടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തപ്പോൾ അയാളുടെ ഗുണ്ടാ നേതാവ് കൈ വെട്ടിക്കളഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അതാവാനുള്ള എല്ലാ സാധ്യതകളും, ഈ പറഞ്ഞ 2 സാധ്യതകളും നമുക്ക് മുമ്പിൽ അല്ലെ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കേരള സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി. ഇയാളുടെ സ്വദേശം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സേലം വിരുദാചലം. പക്ഷേ അത് സ്ഥിരീകരണം ഇല്ല അല്ലേ? അതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പിടിച്ചുപറിക്കും മോഷണത്തിനുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിവിധ കാലയളവുകളായിട്ട് ജയിൽ ശിക്ഷ ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഏറെക്കാലം നമ്മൾ ഇന്നലെ പ്രിയം പറഞ്ഞു, മുംബൈ കേന്ദ്രീകരിച്ചിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഇയാൾ എന്ന് പറയുന്നത്. ഈ കേരളത്തിലെത്തിയത് ട്രെയിനിലെ കച്ചവടക്കാരുണ്ടല്ലോ, ഈ കച്ചവടക്കാരൻ എന്ന വ്യാജേനയാണ് ഇയാൾ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. കുത്തഴിഞ്ഞ ജീവിതം തന്നെ. അപ്പോൾ ഈ ഗോവിന്ദചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിലടക്കം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്തുള്ള ചേരികളിലുമൊക്കെ ഇയാൾ സ്ത്രീകളെ തേടി സ്ഥിരമായിട്ട് അലയാറുണ്ട്. മാത്രമല്ല ഇയാൾ അമിത മദ്യപാനിയും ലഹരിക്കും അടിമയാണ്. ഈ 3ഉം കൂടെ ചേരുമ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സംഭവ ദിവസം യുവതി യാത്ര ചെയ്ത ട്രെയിനിൽ ഗോവിന്ദചാമി കൊച്ചി മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു യുവതി ഉണ്ടായിരുന്നത്. പിന്നീട് അത് ആളൊഴിഞ്ഞതോടുകൂടി ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നുണ്ട്. അവിടെയും ഒരു സ്ഥലം എത്തുമ്പോഴേക്കും, വള്ളത്തോൾ നഗർ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അതിലുള്ള 8 പേരുണ്ടായിരുന്നതും ഇറങ്ങിപ്പോവുകയാണ്. ഇതോടുകൂടിയാണ് ഇയാൾ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നതും ഈ യുവതിയെ പിന്തുടരുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങും ഇയാളെ പേടിച്ച് ഓടുമ്പോഴും ഈ യുവതിയുടെ ബാഗിലെ പിടി വിടുന്നില്ല. തുടർന്ന് വാതിലിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ പുറത്തേക്ക് ആഞ്ഞു തൊഴിക്കുകയാണ്. ഈ തൊഴിച്ച് അല്പം കൂടി മുന്നോട്ട് പോയതിനു ശേഷം തൊഴിച്ച് യുവതിയെ പുറത്തിടുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയതിനു ശേഷം ഗോവിന്ദചാമിയും ചാടി ഇറങ്ങുകയാണ്. അതിനുശേഷം ട്രാക്കിൽ രക്തം വാർന്നു കിടക്കുന്ന യുവതിയെ കാണുന്നു. ബോധം പൂർണ്ണമായിട്ട് യുവതിക്ക് നശിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന യുവതിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. ഇതിനിടയിൽ ആ യുവതിയുടെ മുഖത്ത് കല്ലുകൊണ്ട് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ ഇയാൾ ഇതിനു ശേഷം പോവുകയാണ്. ഈ പോയതിനു ശേഷം യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും ഈ പ്രതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട് മുഴുവൻ പോലീസൊക്കെ അലയുമ്പോഴും ഇയാൾ റെയിൽവേ സംരക്ഷണ സേനയുടെ ഒലവക്കോട്ടുള്ള ലോക്കപ്പിൽ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അയാളെ നമ്മുടെ റെയിൽവേ സംരക്ഷണ സേന പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈ മെയിലിൽ ടിക്കറ്റ് ഇല്ലാതെ ഒലവക്കോട് സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഗോവിന്ദചാമിയെ പിച്ചക്കാരൻ എന്നുള്ള രീതിയിലാണ് പിടിച്ച് അകത്തിടുന്നത്. പക്ഷെ അവരും അറിയുന്നില്ല ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള പ്രതിയാണ് അവരുടെ തടങ്കലിൽ ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഗോവിന്ദചാമി പറയുന്നുണ്ട്, കഞ്ചാവൊക്കെ പണം കൊടുത്ത ജയിലിനുള്ളിൽ സുലഭമായിട്ട് കിട്ടും, എനിക്ക് ബിരിയാണി കിട്ടിയില്ല, ഞാൻ ആകെ ബലാത്സംഗം മാത്രമല്ലേ ചെയ്തുള്ളൂ, 15 വർഷമായിട്ട് ഞാൻ തടവിൽ കിടക്കുകയാണ്. ഒരു തടവുകാരൻ്റെ ക്രൂരനായിട്ടുള്ള ഒരു പ്രതിയുടെ ദീനരോധനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഞ്ചാവൊക്കെ പണം കൊടുത്തു കഴിഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഇതുവരെയും ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തകളൊക്കെ സ്ഥിരീകരിക്കുകയാണ്. ഇതൊന്നും അറിയാത്ത ഒരു പ്രതിയല്ലേ ഇയാളിത് പറയുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തകളും, അവിടെ തടവുകാർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും, കഞ്ചാവ്, അവരവിടെ നിന്ന് ബിസിനസ് പലതരത്തിലുള്ളത് നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സ്ഥിരീകരിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ ലഹരി വസ്തുക്കളും അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പി ജയരാജൻ അതിൻ്റെ ഉപദേശക സമിതിയിലുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ നേതാവാണ്, CPM-ൻ്റെ നേതാവാണ്. ഈ പറയുന്ന അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന സ്ഥലമാണ് കണ്ണൂർ എന്ന് ഓർക്കണം. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് CPM-ൻ്റെ പ്രതികളാണുള്ളത്, CPM-ൻ്റെ ആൾക്കാരാണ് പ്രതികളായിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ എത്തുന്നുണ്ടായിരിക്കണം. ഇതെത്തിക്കാനൊക്കെ ആയിരിക്കണം പലപ്പോഴും ഈ പറയുന്ന ഉന്നത ഇടപെടലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത് എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവർ സമൂഹത്തിന് മാന്യതയാണ്. ഈ പറയുന്ന കുറ്റവാളികളെ പുനരുദ്ധരിക്കാനായിട്ട് അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണെങ്കിൽ ഇത്തരം സാധനങ്ങളൊന്നും ജയിലിനകത്ത് എത്തില്ലല്ലോ. പൂർണ്ണമായ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന് മനുഷ്യനാവാനുള്ള ഒരു പരിശീലനം കൊടുക്കേണ്ടിടത്തല്ലേ ഈ പറയുന്ന കഞ്ചാവും ലഹരിയും സാധനങ്ങളും എത്തിച്ച് ഇവരെ പഴപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഈ പറയുന്ന പോലെ ഗോവിന്ദചാമി ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് എന്ന് പറയുന്നത്, വഴിയിൽ പായസം കണ്ടാൽ ആരെങ്കിലും കുടിക്കാതെ പോകുമോ സാറേ എന്നുള്ളതാണ്. അയാളുടെ മനസ്സിൻ്റെ വൈകല്യം എന്നുള്ളത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും അത് പറയുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ ആ ഒരു വൈകല്യം അത് എത്രത്തോളം അധപ്പതിച്ച ഒരുത്തനാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തീർത്തും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്.